ഹായ് ഫ്രണ്ട്സ്, ഇന്ന് PK സിംപ്ലി നാടനിൽ ഞാനൊരു ഈവനിങ് സ്നാക്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന ബോൾസാണ്. ഇത് തേങ്ങയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. നല്ല ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിൽ കറുത്ത പഴം ഒരുപാട് കറുത്തു പോയി നമ്മൾ കളയില്ലേ, അപ്പോൾ അതൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇന്ന് നമുക്ക് ഈ നേന്ത്രവാഴപ്പഴം കുറച്ച് പഴുത്തുപോയ പഴമാണിത്. അപ്പോൾ അതിൻ്റെ തോല് കളഞ്ഞത്, അത് ഒരു 4-5 ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഒരു ഈവനിങ് സ്നാക്സാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് പഴം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഈ ബ്രെഡിന് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിവിടെ അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ച വാഴപ്പഴം അതിലേക്ക് ഇടാം. ഇത് നല്ല ഒന്ന് നെയ്യിൽ കിടന്ന് നല്ല ഒന്ന് വെന്ത് വരണം. ഒരു 1/4 വേവാകുമ്പോൾ നമുക്കതിലേക്ക് ബ്രെഡും പിന്നെ അതിലേക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് പൊടിച്ചതും തേങ്ങയും പിന്നെ ഏലക്കാപ്പൊടിയും ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ പോലെ എടുക്കണം. ഈ പഴത്തിൻ്റെ ഇതൊന്ന് നല്ലോണം ഒന്ന് ആവിയിൽ നല്ല ഒന്ന് വെന്ത് വരണം. വെന്തതിന് ശേഷം വേണം ഇതെല്ലാം നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിടണം. സിമ്മിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. പഴത്തിൻ്റെ മധുരം കുറവാണെങ്കിൽ നമ്മൾ ബ്രെഡും തേങ്ങയൊക്കെ ഇടുമ്പോൾ കുറച്ച് മധുരം ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. അല്ല, വെറും പഴത്തിൻ്റെ മധുരം മാത്രം ആവശ്യമുള്ളവർ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ മിക്സ് നല്ല ഒന്ന് ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതിട്ട് ഇവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും കൂടെ ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഇതിപ്പോൾ ബ്രെഡ് സാൾട്ട് ബ്രെഡാണ്, അപ്പോൾ മധുരം കുറവായിരിക്കും ആ ഒരു പഴത്തിൽ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര മധുരത്തിനനുസരിച്ച്, പിന്നെ ഏലക്കായ്പ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഒന്ന് മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ആ പഴം വേവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹീറ്റിംഗ് മാത്രം മതി. ഇനി നമുക്കിത് നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത്, ഈ ബ്രെഡിൻ്റെ ചില പീസൊക്കെ വലുതായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കണം. ചൂടാറിയതിന് ശേഷം ഉരുട്ടിയെടുക്കണം. ഞാൻ ഇവിടെ ആ മിക്സ് എല്ലാം കൂടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂടാറണം. ആറിയിട്ട് വേണം നമ്മളത് കൈകൊണ്ട് നല്ല കുഴച്ച് ഉരുട്ടിയെടുക്കണം. അതിലേക്ക് ഞാനൊരു ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് മൈദയും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ബാറ്റർ, നമ്മളിപ്പോൾ മോദകമൊക്കെ ചെയ്യില്ലേ, അതേ രൂപത്തിലാണ് ഈ പഴവും ബ്രെഡും കൊണ്ട് ഞാൻ ഇവിടെ ചെയ്യണത്. അപ്പോൾ ഇനി ഇത് ആറിയിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോടെ ഉരുട്ടുമ്പോൾ നല്ല അത് ഉരുണ്ട് വരും. ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ബാറ്ററിൽ മുക്കി ഇടണം.
അപ്പോൾ എല്ലാം അതുപോലെ ഉരുളകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് ഈ ബാറ്ററിൽ നല്ല ഡിപ്പ് ചെയ്ത് ഒന്നൊന്നായിട്ട് അതിലേക്ക് എടുത്തിടാം. മൈദയും അരിപ്പൊടിയും കൂടെ ചേർത്ത് ഈ ബാറ്ററി തയ്യാറാക്കണം. അപ്പോഴാണ് കുറച്ച് ക്രിസ്പി ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. ഇതിൽ പഴത്തിൻ്റെ എസൻസ് അല്ലേ, അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള നന്നായി ഉണ്ടാവും. അതുപോലെ എല്ലാം നമുക്ക് തേങ്ങയും നെയ്യും നേന്ത്രവാഴപ്പഴവും എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അതിപ്പോൾ വാഴപ്പഴം കഴിക്കാതെ കറുത്തു പോയി എന്ന് പറയാൻ നമ്മൾ കളയണത്. ഇതുപോലെ ഒന്ന് ചെയ്താൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ആ ഏലക്കായ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഇടനേരത്തിലോ കഴിക്കാനായിട്ട് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അധികം മുരിയണ്ട, തീരെ കരിഞ്ഞു പോകാനും പാടില്ല. ഒരു ചുമന്ന കളറാകുമ്പോൾ നമുക്കിതെടുക്കാം. കുറേ നേരം ഇട്ടിരുന്നാൽ അത് കരിഞ്ഞു പോകും. ഈ കളറാകുമ്പോൾ നമുക്കിതെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതിലേക്കിടാം. അപ്പോൾ നമ്മുടെ ബനാന ബോൾസ് രണ്ടാമത്തെ ബാച്ചും എടുക്കാറായി. വളരെ എളുപ്പമല്ലേ ഇത് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. കറുത്ത പഴം നല്ലെല്ലാം പറഞ്ഞിട്ട് കളയണത്. നമ്മൾ ഇതുപോലെയൊക്കെ ഓരോ സ്നാക്സോ കേക്കോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ അത് നമുക്ക് കളയാതിരിക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു.